ഇന്ന് ഈ പരിപാടിയിൽ രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനും ഹോമിയോപ്പതി ചികിത്സയും ഇതേക്കുറിച്ച് സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ കെ.വി. ഷോയ്സനുമായി അഭിമുഖം. ഇന്നത്തെ ജീവിതശൈലി കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ ഓരോ ആൾക്കാരും വരുത്തി വെക്കുന്നുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം ഇപ്പോൾ പറയുന്നത്. കുറെയൊക്കെ ഇതില് വസ്തുതകളും ഉണ്ട്. നമ്മുടെ പ്രത്യേക ശരീരഘടന കൊണ്ടും പാരമ്പര്യത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുമൊക്കെ ചില രോഗങ്ങൾ നമ്മൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. അത് വൈകിപ്പിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രമേഹം, അതുപോലെ തന്നെ രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, കൊഴുപ്പടിയുന്ന രോഗം, ഇതെല്ലാം ഈ ഗണത്തിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. പിന്നെ അതിനെ തുടർന്നാണ് മറ്റു പല ഗുരുതരമായ രോഗാവസ്ഥകളിലേക്കൊക്കെ കടക്കുന്നത്. ഇന്ന് നമുക്ക് രക്താതിമർദ്ദം, പൊതുവെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ആ രോഗാവസ്ഥ, ഇതെന്താണെന്നും ഹോമിയോപ്പതി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഹോമിയോപ്പതിയുടെ ചികിത്സ എന്താണെന്നും പങ്കുവയ്ക്കാം. എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ബ്ലഡ് പ്രഷർ എന്താണെന്ന് നോക്കാം. ബ്ലഡ് പ്രഷർ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ധമനികളിലൂടെ ഒഴുകുന്ന രക്തം ആ രക്തധമനികളുടെ ഭിത്തികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ, രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് ആ രക്തം പുറത്തേക്ക് ഒഴുകി ആ ധമനികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം. അതെ, ഇത് സാധാരണ നമ്മൾ അളക്കുന്നത് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ അളക്കുമ്പോൾ 2 ലെവലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന് അപ്പർ ലെവൽ അല്ലെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. രണ്ടാമത്തത് ഡയസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ ലോവർ ലെവൽ. സിസ്റ്റോളിക് പ്രഷർ എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം ഒരു തവണ പമ്പ് ചെയ്യുമ്പോൾ ആ പമ്പ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന രക്തം ഉണ്ടാക്കുന്ന മർദ്ദം, അതിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ചുരുങ്ങുകയും വികസിക്കുകയും. അതെ അതെ. അപ്പൊ ഒരു തവണ ചുരുങ്ങുമ്പോൾ ആ ചുരുങ്ങുന്ന സമയത്ത് കൂടുതൽ പ്രഷറിൽ രക്തം പുറത്തേക്ക് വരികയും അതൊരു മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് സിസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു തവണ ഹൃദയം ചുരുങ്ങിയതിനു ശേഷം പിന്നെ ഒരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് ഹൃദയം അടുത്ത പ്രാവശ്യം പമ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഇടവേള. ആ സമയത്ത് ധമനികളിലുള്ള കുറഞ്ഞ മർദ്ദം, അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുന്നത് 120 മില്ലിമീറ്റർ പെർ മെർക്കുറി ബൈ 80 മില്ലിമീറ്റർ പെർ മെർക്കുറി. അതായത് 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറും. അതാണ് ഒരാളുടെ ഒരു നോർമൽ ബ്ലഡ് പ്രഷർ. ഇപ്പൊ ഇത് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ രക്താതിമർദ്ദം അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 120 കൂടുകയോ അല്ലെങ്കിൽ 80 കൂടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ. അതെ, ഈ 2 ലെവലും കൂടി നിൽക്കുന്ന അവസ്ഥ. അത് പല ലെവലിലേക്ക് വരാം. ഇപ്പൊ അതൊരു 140/90 എന്ന് പറയുന്ന അവസ്ഥയാവുമ്പോൾ അതൊരു മൈൽഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. അതൊരു 160/100 എന്ന് പറയുമ്പോൾ അതൊരു മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. അതേപോലെ ഒരു 200/110 ലെവലിലേക്ക് വന്നാൽ സിവിയർ ഹൈപ്പർ ടെൻഷൻ. അങ്ങനെ ഒരു 3 ഗ്രേഡിംഗ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. സാധാരണ ആൾക്കാർക്ക് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തന്നെ ചിലർക്കൊരു ടെൻഷൻ ഉണ്ടാവും. അത് ചിലപ്പോൾ രോഗത്തിന്റെ ടെൻഷൻ ആയിരിക്കും, ചിലപ്പോൾ ആ സാഹചര്യം ഫേസ് ചെയ്യുന്ന ടെൻഷൻ ആയിരിക്കും. അപ്പോഴെല്ലാം ഈ ഹൈപ്പർ ടെൻഷനിൽ വ്യത്യാസം വരില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കൂടുതൽ ആങ്സൈറ്റി ഉള്ള രോഗികളിൽ തീർച്ചയായിട്ടും ആ ലെവല് വ്യത്യാസം വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റോളിക് പ്രഷർ ആണ് ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ആങ്സൈറ്റി കൊണ്ട് അധികം വ്യത്യാസം വരിക. ഡയസ്റ്റോളിക് പ്രഷറിൽ ഒരു അളവിൽ കൂടുതൽ വ്യത്യാസം വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രോഗികളിലെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷമൊക്കെ നോക്കിയാൽ അതൊരു നോർമൽ ലെവൽ നമുക്ക് കിട്ടുന്നതാണ്. രണ്ടാമതൊന്നും കൂടിയൊക്കെ ചെക്ക് ചെയ്താൽ. ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഇത് വ്യാപകമാണ് ഹൈപ്പർ ടെൻഷൻ? ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിധത്തിലാണ് ഇതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകം ആകമാനം നോക്കിയാൽ ഏകദേശം ഒരു 150 കോടി ആളുകൾക്കാണ് ഇന്ന് നിലവിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളത്. അതായത് നമുക്കൊരു 3-ൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ളൊരു നിലയിലേക്കാണ്. ഇപ്പൊ 2000 വേൾഡ് ഓവർ നോക്കിയാൽ ഒരു 20% ആൾക്കാർക്ക് മാത്രമേ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗിന്റെ കണക്കുകൾ പ്രകാരം 2025 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 80% ആൾക്കാർക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രോഗത്തെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. ഇതിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വരാമെന്ന് ഇപ്പൊ തന്നെ അല്പം മുമ്പ് സൂചിപ്പിച്ചു. അതുകൂടാതെ പാരമ്പര്യ ഘടകങ്ങളോ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ കാരണങ്ങളോ ഒക്കെ ഇതിന് ഇടയാക്കാറുണ്ടോ? ആ കാരണങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനു മുമ്പ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷനെ പറ്റി ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ആദ്യത്തെ വിഭാഗം. ഹൈപ്പർ ടെൻഷൻ രോഗികളിൽ 95% ഈ വിഭാഗത്തിൽ പെടുന്നതാണ്.
ഈ വിഭാഗത്തിലാണെങ്കിൽ മോഡേൺ സയൻസിന്റെ സിദ്ധാന്തമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മോഡേൺ മെഡിസിന്റെ പുസ്തകങ്ങളിൽ പറയുന്നത് ഈ 95% രോഗികൾക്കും അതിന്റെ കാരണമില്ല, അതല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് മോഡേൺ സയൻസിന്റെ തിയറി പറയുന്നത്. പക്ഷേ ഹോമിയോപ്പതിയുടെ സിദ്ധാന്തപ്രകാരം ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷന് തീർച്ചയായിട്ടും അതിന്റെ കാരണം ഉണ്ട്. ആ കാരണം എല്ലാ രോഗികളുടെയും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ജീവിതത്തിലുള്ള പലതരം സമ്മർദ്ദങ്ങളും പേടികളും അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു മെന്റൽ ഷോക്ക്, അതേപോലെയുള്ള പല പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഹോമിയോപ്പതിയുടെ സിദ്ധാന്തം. കാരണം നമ്മുടെ ശരീരത്തില് കാരണമില്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല. എന്ത് രോഗം നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്ത് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിലും അതിനൊരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പൊ ആ കാരണം കണ്ടെത്തി ആണ് ഹോമിയോപ്പതിയിലെ ചികിത്സ വരുന്നത്. അതേപോലെ ഇതിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ആദ്യം പറഞ്ഞു പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. അത് ഏകദേശം ഒരു 5% വരുന്ന ഒരു വിഭാഗമാണ്. ഈ വിഭാഗത്തില് നമുക്ക് അടിസ്ഥാനപരമായി ശരീരത്തിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുകയും ഉണ്ടാവുന്ന ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങളായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പൊ അമിതവണ്ണമുള്ള ആൾക്കാരിൽ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം, അതേപോലെ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ വരാം, വൃക്ക തകരാറുകളുള്ള രോഗികളിൽ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ രക്തധമനികളുടെ തകരാറുകൾ, അതുപോലെ ഹോർമോൺ സംബന്ധ രോഗങ്ങൾ, ഇപ്പൊ തൈറോയ്ഡ് പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ വരാം, അതേപോലെ ചില മരുന്നുകളുടെ ദൂഷ്യവശങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഹൈപ്പർ ടെൻഷനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ കാരണങ്ങൾ പറയുമ്പോൾ ഈ പാരമ്പര്യ ഘടകങ്ങളോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതെ. ഹൈപ്പർ ടെൻഷനിൽ ഒരു 40 മുതൽ 60% വരെ പാരമ്പര്യ ഘടകങ്ങൾ കൊണ്ട് ആണ് വരുന്നതെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ തന്നെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തില് ഈ രക്താതിമർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും കൂടെ പെടുത്താം എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ ഇവിടെയുള്ളവർക്ക് കൂടുതലായിട്ട് അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു വികസ്വര രാജ്യങ്ങളിലാണ് ഹൈപ്പർ ടെൻഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ ഇന്ത്യയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 20 മുതൽ 40% വരെ നഗരവാസികളിൽ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട്. അതേപോലെ 12 മുതൽ 17% വരെ ഗ്രാമീണരിലും ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മൾ കേരളത്തിലെ കണക്കുകൾ നോക്കിയാൽ 1991 കണക്ക് പ്രകാരം, അതായത് 30 വയസ്സിന് മേളിലുള്ള 37% കേരളീയരില് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നാണ് 1991 കണക്ക്. ഇപ്പൊ അത് വളരെയധികം കൂടി ഉണ്ടാവും. അതെ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഈ മർദ്ദം കൂടുന്നത് നമുക്ക് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ തീരെ തന്നെ ഇല്ല എന്നാണ് ചില വൈദ്യശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോ ഒരാൾക്ക് വളരെ ഉയർന്ന തോതിൽ ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ ഉയർന്ന ഇപ്പൊ 200 അല്ലെങ്കിൽ 110 അങ്ങനെയൊക്കെയുള്ള സിസ്റ്റോളിക് ഡയസ്റ്റോളിക് അത്രയൊക്കെ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ അതിലും ഉണ്ടാകണമെന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി ഇത് തിരിച്ചറിയുന്നത്? എങ്ങനെ രക്താതിമർദ്ദം ഉണ്ട് എന്നുള്ളത്? അത് വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും ഒരു സൈലന്റ് കില്ലർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും അതായത് കണക്കുകൾ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ 30% രോഗികളിൽ അവർക്ക് ഇത് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുള്ള വസ്തുത അറിയില്ല. പലപ്പോഴും നമ്മളൊരു റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ആണ് പ്രഷർ കൂടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് ചികിത്സ തേടുകയും ചെയ്യുന്നത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആയിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ചെക്കപ്പിനോ ചെല്ലുമ്പോൾ അതിന്റെ കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ വിവരം നമ്മൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിലൊരു സൈലന്റ് കില്ലർ, യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ നമ്മളെ ആക്രമിക്കുന്ന ഒരു രോഗമായിട്ടാണ് ഹൈപ്പർ ടെൻഷൻ പറയപ്പെടുന്നത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു തലവേദനയായിട്ടാണ് ഭൂരിഭാഗം രോഗികളും പറയാറ്. ചിലപ്പോൾ തലയുടെ പിൻവശത്തെ വേദന, തലയ്ക്കൊരു മന്ദത, ചെറിയ തലകർക്കം, ക്ഷീണം, ഉന്മേഷക്കുറവ്, അതേപോലെ അപൂർവം ചിലർക്ക് ദേഷ്യം കൂടുക അല്ലെങ്കിൽ കൂടുതൽ ഉത്കണ്ഠ വരിക, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് പ്രധാനമായിട്ടും രോഗികൾ പറയുന്ന ലക്ഷണങ്ങൾ. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇതുണ്ടാക്കാൻ കൂടുതലായിട്ട് ഇടയാക്കാറുണ്ട്. മാനസികമായ ലക്ഷണങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും എന്നാണ് ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ രോഗിയുടെ ഒരു മാനസികാവസ്ഥയിലും മാറ്റങ്ങൾ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ അമിത ഉത്കണ്ഠ വരാം, തീരെ ക്ഷമയില്ലായ്മ വരാം, ദേഷ്യം കൂടുതൽ വരാം. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ നിന്നും കുറച്ചധികം മാറ്റങ്ങൾ ഈ രോഗം വന്നതിന് ശേഷം കണ്ടുവരാറുണ്ട്.
ഇനി മറ്റ് അസുഖങ്ങളുടെ തുടർച്ച, ഇപ്പൊ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. ഈ മറ്റ് അസുഖങ്ങൾ ഉള്ളവര് ഇപ്പൊ ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിമർദ്ദം ഉണ്ടോ എന്നുള്ളത് അതിനോടൊപ്പം തന്നെ പരിശോധിക്കണോ, അതോ ആ രോഗാവസ്ഥ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണെങ്കിൽ ഇതും നിയന്ത്രിക്കപ്പെടും, അങ്ങനെയുള്ള അവസ്ഥകളുണ്ടോ? എങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ പറയാം? ഹൈപ്പർ ടെൻഷനുമായിട്ട് വരുന്ന എല്ലാ രോഗികളിലും നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ആ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് വ്യത്യാസം വരും. എന്നാലും പൊതുവെ പറഞ്ഞാൽ ആദ്യം ചെയ്യിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കുന്നതിൽ നമുക്ക് ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, അതുപോലെ കൊളസ്ട്രോൾ, ഇതെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ പരിശോധിക്കും. അതേപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, കാരണം തൈറോയ്ഡ് രോഗങ്ങൾ കൊണ്ടും ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം. അതേപോലെ യൂറിൻ പരിശോധനയിൽ യൂറിനിലൂടെ അമിതമായി പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടോ, ഗ്ലൂക്കോസ് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയുള്ള പരിശോധനകൾ, യൂറിൻ ടെസ്റ്റ് പ്രമേഹത്തിന് സാധ്യതയുണ്ടോ അത് പരിശോധിക്കാം. അതേപോലെ ഒരു ECG ടെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം സാധാരണ ഹൈപ്പർ ടെൻഷൻ രോഗികളിൽ ഒരു ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അറകൾ വികസിക്കുക, അതേപോലെ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും ECG ഹെൽപ്പ് ചെയ്യും. അതായത് ബ്ലോക്ക് രക്തധമനികൾ, ഹൃദയത്തിന്റെ ഭിത്തികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചെറിയ രക്തധമനികളാണ് കൊറോണറി ആർട്ടറി. അപ്പൊ അതിലെന്തെങ്കിലും തകരാറ് ഉണ്ടോ എന്നറിയാൻ പറ്റും. അതേപോലെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാലും നമുക്ക് ഹൃദയത്തിന്റെ വലിപ്പം വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ എക്കോ കാർഡിയോഗ്രാം ചെയ്താലും ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഒന്നുകൂടി കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതേപോലെ ചില കേസുകളിൽ അൾട്രാസൗണ്ട്, കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വല്ല ട്യൂമറുകളോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നറിയാനായിട്ട് അൾട്രാസൗണ്ട് ചെയ്താൽ അത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ റീനൽ ആൻജിയോഗ്രാഫി, അതായത് കിഡ്നിയുടെ ചെറിയ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ റീനൽ ആർട്ടറി സ്റ്റിനോസിസ്, അതായത് റീനൽ ആർട്ടറിയിൽ ബ്ലോക്ക് തടസ്സങ്ങളുണ്ടോ എന്നറിയാനായിട്ട് റീനൽ ആൻജിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ കേസുകളിൽ ചെയ്യിക്കുന്ന ടെസ്റ്റുകളാണ്. ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണോ അല്ലെങ്കിൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണോ എന്ന് പറയാൻ പറ്റും. അത് മറ്റ് രോഗ സാധ്യതകളും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. എന്തെങ്കിലും ഇപ്പോ ഹൃദ്രോഗ സാധ്യതയുണ്ടോ, അങ്ങനെ പാരമ്പര്യ ഘടകങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് ഇത്തരം പരിശോധനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് രോഗിയെ ഒന്ന് പ്രാഥമികമായി പരിശോധിച്ച് നോക്കി ആ ലക്ഷണങ്ങളും എല്ലാം വെച്ച് വിലയിരുത്തിയതിനു ശേഷമാണ് ഇതിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കണം. നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ ഇന്ത്യയിലൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ 30 വയസ്സിന് മുകളിലുള്ളവർക്ക്, ചിലപ്പോൾ അതിന് താഴെയുള്ളവർക്ക് വരെ പല ജീവിതശൈലി രോഗങ്ങളും തുടങ്ങുന്നുണ്ട്, നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ട്. അതില് ഇപ്പൊ പാരമ്പര്യ ഘടകങ്ങളോ മറ്റൊന്നും അല്ല ചിലപ്പോ കാരണങ്ങളെന്ന് പറയാറുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് നോക്കുമ്പോ ഇപ്പൊ സ്ത്രീകള്, അതേപോലെ തന്നെ യുവാക്കൾ, ഇവരിലൊക്കെ എത്രത്തോളം ഈ രക്താതിമർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന്? കുട്ടികളുടെ കേസിൽ, അതായത് ഒരു 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കേസിൽ ഇപ്പോ പഴയതിലും കൂടുതലായിട്ട് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് അമിതവണ്ണം, ഒബിസിറ്റി ആണ് ഏറ്റവും പ്രധാന കാരണം കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ. അതേപോലെ രണ്ടാമത്തെ കാരണം ഹോർമോൺ തകരാറുകൾ, അതേപോലെ വാൽവുലാർ കംപ്ലൈന്റ് ഉള്ള കുട്ടികളിൽ, ഈ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് കുട്ടികളിലും ഇപ്പോ ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട്. അതേപോലെ 30 വയസ്സിന് മേളിൽ ആണ് ഏറ്റവും കൂടുതൽ, 30 വയസ്സ് മുതൽ ഒരു 60 വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ ആണ് ഹൈപ്പർ ടെൻഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ അതിലിപ്പോ സ്ത്രീകളുടെ സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ്. അതിന് കാരണമായി പറയപ്പെടുന്നത് ഇവരുടെ ഹോർമോൺ വ്യത്യാസം, പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോണും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്, ഈസ്ട്രജന്റെയൊക്കെ അളവിലുള്ള വ്യത്യാസം കൊണ്ടാണ് സ്ത്രീകളിൽ പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സാധ്യത കുറവായി നിൽക്കുന്നത്. അപ്പൊ ഒരു ആർത്തവ വിരാമമൊക്കെ കഴിഞ്ഞ് ആ സ്റ്റേജൊക്കെ എത്തുമ്പോൾ അതിന് മുമ്പുള്ള അവസ്ഥയെക്കാളും കുറച്ചും കൂടി കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ ഈസ്ട്രജന്റെ ലെവലൊക്കെ ചെറിയ വ്യത്യാസം വരും. ഇനി നമ്മൾ ഇതിന്റെ ഹോമിയോ ചികിത്സ നോക്കുകയാണെങ്കിൽ, ഹോമിയോ എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കുന്നത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പെട്ടെന്ന് തിരിച്ചറിയാനൊന്നുമില്ല. അപ്പോ രക്താതിമർദ്ദമായിട്ട് വരുന്ന ഒരു രോഗി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഹോമിയോ ഇതിനെ സമീപിക്കുന്നത്? ഹോമിയോപ്പതിയിൽ ഹൈപ്പർ ടെൻഷന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റുണ്ട്. വളരെ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ചികിത്സാ ശാസ്ത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോമിയോപ്പതിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹോമിയോപ്പതി ഹൈപ്പർ ടെൻഷനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഹൈപ്പർ ടെൻഷനായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, ആ ഒരു അവസ്ഥയിലാണ് പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ. പക്ഷെ അത് തീർത്തും തെറ്റാണ്. ശരിയായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ ചെയ്താൽ ഹൈപ്പർ ടെൻഷൻ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു നിശ്ചിത കാലയളവിൽ ചികിത്സയ്ക്ക് ശേഷം ചികിത്സ നിർത്താൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. ഇവിടെ രോഗനിർണയത്തെക്കാൾ കൂടുതൽ ഔഷധ നിർണയത്തിന്
മെഡിസിനാണ് ഹോമിയോപ്പതിയിൽ കൂടുതൽ പ്രസക്തി. അപ്പൊ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു മെഡിസിൻ എടുത്ത് ഒരു രോഗിക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഈ ഹൈപ്പർ ടെൻഷനുള്ള ഒരു രോഗി അയാളുടെ ഒരു വ്യക്തി സവിശേഷതകൾ എന്താണ്, അയാളുടെ ഭക്ഷണ രീതികൾ, സ്വഭാവ രീതികൾ, അല്ലെങ്കിൽ അയാൾ കടന്നു പോന്നിട്ടുള്ള സ്ട്രെസ്സുകൾ എന്തൊക്കെയാണ്, പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി. ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നത് ഈ രോഗിയുടെ ഒരു ജനിതക ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹോമിയോപ്പതി മെഡിസിൻ ബേസ് ചെയ്യുന്നത് ഓരോ രോഗിയുടെയും ജനിതക ഘടനയ്ക്കനുസരിച്ചാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ജനിതക ഘടനയാണ് ഉള്ളത്. അത് ഒരാൾക്കുള്ള ഒരു ജനറ്റിക് മേക്കപ്പ് ഒരിക്കലും മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന ഒരു മെഡിസിൻ എപ്പോഴും ഹോമിയോപ്പതിയിലുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ, സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഹോമിയോ മെഡിസിൻ കഴിച്ചു, അത് ഗുണം ചെയ്തില്ല, അതുകൊണ്ട് ഹോമിയോപ്പതി അതിന് എഫക്റ്റീവ് അല്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഹോമിയോപ്പതി നെവർ ഫെയിൽസ് ബട്ട് ദ ഫിസീഷ്യൻ ഫെയിൽസ് എന്നുള്ളതാണ് വസ്തുത. കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് എപ്പോഴും ഹോമിയോപ്പതിയിലുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ രോഗിയും ഈ ഡോക്ടറും ചേർന്ന് വളരെയധികം സമയമെടുത്ത് ആ ശാസ്ത്രീയമായി അതിന്റെ അപഗ്രഥനം നടത്തി കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അപ്പൊ ഒരു തവണ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ 2 തവണ മരുന്ന് കഴിച്ചു അതുകൊണ്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഹോമിയോപ്പതി ഇതിന് എഫക്റ്റീവ് അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിയല്ല. തീർച്ചയായിട്ടും ഒരു ശാസ്ത്രീയമായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഹൈപ്പർ ടെൻഷന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത്, ഇപ്പൊ നമ്മുടെ ജീവിതശൈലിയുമായിട്ട്, ഒരാളുടെ നിത്യജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അപ്പോ ജീവിതശൈലിയിൽ മരുന്നിനോടൊപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുക? ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഏറ്റവും പ്രധാനം ഭക്ഷണക്രമം തന്നെയാണ്. കാരണം അതാണ് ഇതിൽ ഏറ്റവും പ്രധാന കാരണം. ഇതില് ഭക്ഷണക്രമം പറയുമ്പോൾ നമുക്ക് ഉപ്പിന്റെ അമിത ഉപയോഗം പലപ്പോഴും ഇതൊരു റിസ്ക് ഫാക്ടറാണ് ഹൈപ്പർ ടെൻഷന്. ഇപ്പൊ ഉണക്കമീൻ അല്ലെങ്കിൽ അച്ചാറ് അല്ലെങ്കിൽ പപ്പടം അതുപോലെയുള്ള അധികം ഉപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ കൺട്രോൾ ചെയ്യുക. അതേപോലെ അമിത ഭാരം കുറയ്ക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബിസിറ്റി ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമാണ്. അതേപോലെ വളരെ കൃത്യമായ വ്യായാമം, ഒരു ദിവസം മിനിമം ഒരു 45 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ദുശീലങ്ങൾ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ തീർച്ചയായിട്ടും ഹൈപ്പർ ടെൻഷന് അധികമാക്കുന്ന കാരണങ്ങളാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മനോസംഘർഷം കഴിയാവുന്നത്ര ഒഴിവാക്കുക. നമുക്ക് എല്ലാ ഫീൽഡിലും പൂർണ്ണമായിട്ടും മനോസംഘർഷം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം കൂടുതൽ സംഘർഷം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിമർദ്ദം എന്ന് പറയുന്ന, നമ്മൾ പൊതുവെ BP എന്നായിരിക്കും എല്ലാവരും അറിയപ്പെടുന്നത്, BP എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ തീർച്ചയായിട്ടും നമ്മളെ ശല്യപ്പെടുത്താതിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും നേരം ഈ ഹോമിയോപ്പതിയുടെ ഇതിന്റെ സമീപനത്തെക്കുറിച്ചും എന്താണ് രക്താതിമർദ്ദം അല്ലെങ്കിൽ BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്നുള്ളതും വ്യക്തമാക്കി തന്ന ഡോക്ടർ വളരെ നന്ദി. താങ്ക് യു. രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനും ഹോമിയോപ്പതി ചികിത്സയും, ഇതേക്കുറിച്ച് സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ KV ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. സമഗ്ര ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി. സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.